സാലിപ്പോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൈസൂരിലുള്ള സാൻഡ് മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിൽ രാവിലെ നമ്മൾ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാണ്. മൈസൂർ സിറ്റിയിൽ തന്നെയാണ് ഈ സാൻഡ് സ്കൾപ്ചർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ചാമുണ്ഡി ഹിൽസിലേക്ക് പോകുന്ന വഴിക്കാണ് ഇതുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ സാൻഡ് സ്കൾപ്ചർ മ്യൂസിയമാണിത്. 2014 ഇത് ഉദ്ഘാടനം ചെയ്തത്. എം.എൻ. ഗൗരി എന്ന ലേഡിയാണ് ഈ ശില്പങ്ങളെല്ലാം നിർമ്മിച്ചത്. ഏകദേശം 150ഓളം മണൽ ശില്പങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 115 ട്രക്ക് മണൽ ഈ ശില്പ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു. മണലും വെള്ളവും ചെറിയ അളവിൽ പശയും മാത്രം ഉപയോഗിച്ചാണ് ഈ മണൽ ശില്പങ്ങളെല്ലാം നിർമ്മിച്ചത്. സാധാരണ നമ്മൾ കടൽത്തീരത്തെല്ലാം മണൽ ശില്പങ്ങൾ നിർമ്മിച്ചതായിട്ട് കാണുന്നുണ്ട്. അതെല്ലാം മഴയോ വെയിലോ വന്നു കഴിയുമ്പം പോകും. ഇത് പക്ഷേ അങ്ങനെ ഒന്നും പോകാതെ സംരക്ഷിക്കപ്പെടുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ രാശിചക്രം. ഗണപതിയുടെ 115 അടി ഹൈറ്റുള്ള ഗണപതിയുടെ ശില്പമുണ്ട്. അതുകൂടാതെ മഹാഭാരത യുദ്ധത്തിലുള്ള കൃഷ്ണൻ അർജുനൻ ഉള്ള രഥത്തിലുള്ള പോകുന്ന ശില്പമാണിത്. ഇതെല്ലാം നല്ല മനോഹാരിതയോടെ നല്ല തനിമയോടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കടലിലെ ജീവികളുടെ ഉണ്ട്. അതുകൂടാതെ മൃഗങ്ങളുടെ, സിംഹത്തിൻ്റെ, അങ്ങനെ പല മൃഗങ്ങളുടെ രൂപങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക, ഞാൻ ആദ്യമായിട്ടാണ് ഈ സാൻഡ് മ്യൂസിയം നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് നല്ല പണ്ടത്തെ ഓരോ രൂപങ്ങൾ, നമ്മുടെ ട്രഡീഷണൽ കുറച്ച് രൂപങ്ങളാണിത്. ഇത് ജലകന്യക, കടൽ ജീവിതത്തിലെ കുറച്ച് രൂപങ്ങൾ, പലവിധ മീനുകൾ, ജലകന്യക, അങ്ങനത്തെ കടലിലെ കുന്നു മലകൾ, അങ്ങനത്തെല്ലാം നല്ല വൃത്തിയായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് അതിശയത്തോടു കൂടി മാത്രമേ ഈ ശില്പങ്ങൾ, ഇതൊരു റൊമാൻറ്റിക് സീൻ, ഒരു പുരുഷൻ സ്ത്രീയുമായിട്ടുള്ള ഒരു രൂപമാണ്. ഇതൊക്കെ നല്ല, ഓരോ ശില്പങ്ങൾ നിർമ്മിക്കാൻ അത്രമാത്രം പ്രയത്നം ആവശ്യമാണെന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാകും. കാരണം നല്ല ഹൈറ്റുള്ള, അത് എത്ര നിന്നു. ഇതാ നമ്മുടെ ഭീകരരൂപികൾ, നമ്മുടെ പഴയ ഫോട്ടോസിലൊക്കെ കാണുന്ന കുറച്ച് ഭീകരരൂപികളുടെ പ്രേതങ്ങൾ, അങ്ങനത്തെയൊക്കെയുള്ള ചിത്രങ്ങളാണിത്, രൂപങ്ങൾ. ഇത് ഒരു മുസ്ലിം പള്ളിയാണ്. നമ്മുടെ പറക്കും കുതിരയാണിത്. ഇവിടെ ചെറിയൊരു പക്ഷി വളർത്തുന്ന ചെറിയൊരു സെൻറ്ററും കൂടിയുണ്ട്. അതിൽ അത്ര നമുക്ക് കാണാനില്ലെങ്കിൽ ഈ മണൽ മ്യൂസിയം നമുക്ക് നല്ല അത്ഭുതം തോന്നുന്ന ഒന്നാണ്. കുറച്ച് ഇതിനൊരു അലങ്കാരം കൊടുക്കാൻ വേണ്ടി കുറച്ച് പക്ഷികളും കുറച്ച് പക്ഷിക്കൂടുകളൊക്കെ ഇതിൻ്റെ കൂടെ ആയിട്ടുണ്ട്. എങ്കിലും ഇതിനൊരു പ്രോപ്പറായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടെ മഴയും വെയിലും കൊള്ളാതെ ഇത് കീടങ്ങളിൽ നിന്ന് സംരക്ഷിച്ചാൽ മാത്രമേ ഇത് ദീർഘകാലം നിലനിൽക്കുകയുള്ളൂ. ഇത് നിർമ്മിച്ചപ്പോൾ അതിൻ്റെ ഉദ്ദേശമൊക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു ഷീറ്റൊക്കെ, ഒരു ചെറിയൊരു ടാർപോളിൻ ഷീറ്റ് പോലെ ഇത് കാണുന്നത്. ഖുറാന്, അങ്ങനെയുള്ള അവരുടെ പള്ളിയുടെ രൂപങ്ങൾ, അതെല്ലാം നല്ല വൃത്തിയായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ, സാന്താക്ലോസ്, ഡിസ്നി ലാൻഡ്, അങ്ങനെ എല്ലാവിധം ഒരു 150ഓളം തരത്തിൽ എല്ലാ പൈതൃകങ്ങളും ഉൾപ്പെടുത്തിയാണ് ഇത്. മണൽ മരുഭൂമിയിൽ ഒട്ടകം വിശ്രമിക്കുന്ന ഒരു രൂപമാണ്. ഇതൊക്കെ നമുക്ക് നോക്കുമ്പം എങ്ങനെ ഇത്രമാത്രം ഇത് ഏത് പൊസിഷനിൽ നിന്നു, ഇതിൻ്റെ ഓരോന്നും വിട്ടുപോകാതെ
നമുക്ക് തയ്യാറാക്കി എന്ന് ഇത് ഡിസ്നി ലാൻഡാണ്. മിക്കി മൗസ് അങ്ങനത്തെ എല്ലാ കഥാപാത്രങ്ങളും ഡിസ്നിലാൻഡിൽ മിക്കി മൗസും അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും ഉണ്ട്. ഇതൊരു വിൻറ്റേജ് കാർ, പഴയ മോഡലൊരു കാറിൻ്റെ മണൽ ശില്പമാണ്. നല്ല മനോഹരമായിട്ട് നമുക്ക് പഴയ കാറിന് തന്നെ ഇത് പെയിൻറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് തോന്നും. ഇത് പല 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 രൂപങ്ങൾ ഇവിടെ ആക്കിയിട്ടുണ്ട്. ചാമുണ്ടേശ്വരിയുണ്ട്, ടോം ആൻഡ് ജെറി, കൃഷ്ണൻ, അർജുൻ, ബുദ്ധൻ എല്ലാവരുടെയും രൂപങ്ങൾ ഉണ്ട്. ക്രിസ്മസ് ട്രീ ഉണ്ട്, സാന്താക്ലോസ് ഉണ്ട്, ഡിസ്നി ലാൻഡ് ഉണ്ട്. അങ്ങനെ എല്ലാ നമ്മുടെ മൈസൂർ കൊട്ടാരം, വൃന്ദാവൻ ഗാർഡൻ എല്ലാം നമുക്കിതിനകത്ത് കാണാം, ചെറിയ രൂപങ്ങളായിട്ട് കാണാം. മൈസൂർ സന്ദർശിക്കുന്നവർ ഈ ഒരു മണൽ മ്യൂസിയം കൂടി കാണാം. 60 രൂപയാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീസ്. അധികം തിരക്കൊന്നുമില്ല. അതൊരു ക്രിസ്മസ് ട്രീ നമുക്ക് കണ്ട് ആസ്വദിച്ച് വലിയൊരു ക്രിസ്മസ് ട്രീ ആണ്. ഇതൊക്കെ മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ഇത് കാട്ടിലെ ജീവികളാണ്. സിംഹമുണ്ട്, പുലി, ചെറിയ ജീവികൾ. നല്ല ഒരു മയിൽ പീലി വിടർത്തി നിൽക്കുന്ന ഒരു ശില്പമാണ്. ഇതെല്ലാം നല്ല മനോഹരമാണ്. കാട്ടുപോത്ത്, അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ ജീവികളെയും ഈ കാട്ടിലെ ജീവിതത്തിൽ ഡിനോസർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് നല്ല മനോഹരമായിട്ട് തന്നെ കണ്ണിന് ഇമ്പം വരുന്ന ഒരു കാഴ്ചയാണിത്. മൈസൂർ വരുന്ന എല്ലാവരും ഇത് സന്ദർശിക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ.